എല്ലാവർക്കും നമസ്കാരം. മാർച്ച് എക്സാമിന് മുന്നോടിയായി നടത്തപ്പെടുന്ന റിവിഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അക്കൗണ്ടൻസിയുടെ ആദ്യത്തെ ചാപ്റ്ററായ പാർട്ട്ണർഷിപ്പ് ബേസിക് കോൺസെപ്റ്റ്സ് എന്നുള്ളൊരു ചാപ്റ്ററാണ്. ആദ്യം നമുക്ക് അതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള 10 വൺ വേർഡുകൾ നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ: ഇൻ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ഓൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആർ റെക്കോർഡഡ് ഇൻ ഡാഷ് അക്കൗണ്ട്. 4 ഓപ്ഷൻസ് നൽകിയിരിക്കുന്നു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, പാർട്ട്നേഴ്സ് കറൻറ്റ് അക്കൗണ്ട്, പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ 2 അക്കൗണ്ടാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, ക്യാപിറ്റൽ അക്കൗണ്ടും കറൻറ്റ് അക്കൗണ്ടും. ഇതിൽ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്യാപിറ്റലുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. ബാക്കി വരുന്ന എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് കറൻറ്റ് അക്കൗണ്ടിലാണ്. അപ്പോൾ ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ സി, പാർട്ട്നേഴ്സ് കറൻറ്റ് അക്കൗണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ: Partners are collectively called as dash. Option A, firm. Option B, shareholders. Option C, partners. Option D, members. സെക്കൻഡ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്. പാർട്ട്നേഴ്സിനെ കളക്റ്റീവ്ലി അറിയപ്പെടുന്നത് ഫേം എന്നും ഇൻഡിവിജ്വലായിട്ട് അറിയപ്പെടുന്നത് പാർട്ട്നേഴ്സ് എന്നുമാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ, ഫേം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ ഒരെണ്ണം ചോദിക്കാം. ഈച്ച് ഇൻഡിവിജ്വൽ ഇൻ എ പാർട്ട്ണർഷിപ്പ് ഫേം ഈസ് കോൾഡ് ആസ് ഡാഷ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ തരേണ്ട ആവശ്യം തന്നെ ഇല്ല. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ കളക്റ്റീവ്ലി അറിയപ്പെടുന്നത് ഫേം ആണെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് അറിയപ്പെടുന്നത് ഓപ്ഷൻ സി ആണ്, പാർട്ട്നേഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഈസ് ഡാഷ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ എവിടെയായിട്ടാണ് എൻ്റർ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നത്. പ്രധാനമായും 2 മെത്തേഡാണ് ഇതിൽ പഠിക്കാനുള്ളത്: ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വരുന്നില്ല. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ഡെബിറ്റ് സൈഡിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഡെബിറ്റഡ്. ഫോർമാറ്റ് നന്നായി പഠിക്കേണ്ടതാണ്. ഇതിൽ ഓരോ ഐറ്റംസും ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൻ്റെ ആയാലും ഫ്ലക്ച്വേറ്റിങ്ങിൻ്റെ ആയാലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ്റെ ആയാലും 3 അക്കൗണ്ടിൻ്റെയും ഏതെങ്കിലും ഐറ്റംസ് എടുത്തിട്ട് ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ എന്നുള്ളത് സ്ഥിരം എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ അത് നന്നായി പഠിച്ചു വെക്കേണ്ടതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ബേസ് ചെയ്തിട്ട് തന്നെയാണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് ക്രെഡിറ്റഡ് ടു ഡാഷ് അക്കൗണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ക്രെഡിറ്റ് ചെയ്യുന്നത് ഏത് അക്കൗണ്ടിലാണെന്ന് ചോദിക്കുന്നത്. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നത്. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഒരൊറ്റ അക്കൗണ്ടേ ഉണ്ടായിരിക്കുള്ളൂ, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഓൺലി. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: പാർട്ട്ണർഷിപ്പ് ഈസ് ദ റിസൾട്ട് ഓഫ് ഡാഷ്. ഇതിൽ ഓപ്ഷൻ എ ആൻ എഗ്രിമെൻറ്റ്, ഓപ്ഷൻ ബി ആൻ ആക്ട്, ഓപ്ഷൻ സി ലോ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഇതിൽ പലരും തെറ്റിക്കുന്നതാണ്, ആക്ട് എഴുതി വയ്ക്കാറുണ്ട്. ശരിക്കും പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് 2 അതിലധികമോ വ്യക്തികൾ തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റ് ആണ്. അപ്പോൾ നമുക്കിതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ, ആൻ എഗ്രിമെൻറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: മിനിമം നമ്പർ ഓഫ് പേഴ്സൺസ് റിക്വയർഡ് ടു ഫോം എ പാർട്ട്ണർഷിപ്പ് ഈസ് ഡാഷ്. ക്വസ്റ്റ്യൻ സ്ഥിരം ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഇതിൽ ഓപ്ഷൻസ് 50, 100, 2, 4. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ലയബിലിറ്റി ഓഫ് എ പാർട്ട്ണർ ഈസ് ഡാഷ്. 4 ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ ഒരു പാർട്ട്ണറിൻ്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആയിരിക്കും. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത്. In fluctuating capital method, all adjustments are recorded in dash account. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ഒരു അക്കൗണ്ട് മാത്രമേ പ്രിപ്പയർ ചെയ്യാനുണ്ടായിരിക്കുള്ളൂ, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇനി 2 മാർക്കിൻ്റെ 3 മാർക്കിൻ്റെ 4, 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സും അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.